എന്നോടൊപ്പം ഇന്നുള്ളത് പ്രശസ്തനായ ഒരു ഫെങ്ഷുയി വാസ്തുശാസ്ത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് മിക്കവാറും എല്ലാവർക്കും അറിയാം, ചന്ദ്രബോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സൗത്ത് വെസ്റ്റ് ഭാഗത്തെ എങ്ങനെയാണ് ആ സെക്ടറിനെ പോസിറ്റീവ് ആക്കുക, അവിടെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക. അപ്പോൾ വിഭാഗവും അതുപോലെ തന്നെ നമുക്ക് മറ്റ് ബിസിനസ്സോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകളും ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ വീട്ടിലെ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് സൗത്ത് വെസ്റ്റ് നമ്മളൊരു വാതിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനൊരു പരിഹാരം വേണമല്ലോ. അതെ, അപ്പോൾ ഈ പരിഹാരത്തിന് നമുക്ക് എന്ത് ചെയ്യാം? പക്ഷേ അതിന് കഴിയുന്നതും ഒരു പക്ഷേ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നിൽക്കുന്ന ആ ഒരു ഗേറ്റോ മാറ്റി വയ്ക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം 1-2 ദിവസം താമസിക്കേണ്ടതല്ലല്ലോ ആ വീട്, അല്ല. അതെ. അപ്പോൾ വർഷക്കണക്കിന് നമ്മൾ അവിടെ താമസിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ താമസിക്കുമ്പോൾ ആ ഭാഗത്തുള്ള അത് മാറ്റാൻ കഴിയുമെങ്കിൽ മാറ്റുക. അഥവാ മാറ്റാൻ ഒരു വഴിയുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കുറച്ച് സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫൗണ്ടേഷൻ പോലെ ഒന്ന് കെട്ടിയതിന് ശേഷം അതിനെ വേർതിരിച്ച് നമുക്ക് മാറ്റുക. അതിർത്തി പോലെ തിരിക്കാം. അതിർത്തി തിരിക്കാൻ നമുക്ക് സാമ്പത്തികമായിട്ട് ഇപ്പോൾ സാധാരണക്കാരാണ് ഇത് കാണുന്നതെങ്കിൽ, നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ നേരത്തെ പറഞ്ഞ എർത്ത് കമ്പി മതി. അതൊക്കെ വീട്ടിലുള്ളവർക്ക് തന്നെ സ്വന്തമായിട്ട് ചെറിയൊരു പാര പോലെ സംഭവം എടുത്തിട്ട് ഇതിനെ കുത്തിയിട്ട് ഒരു 6 അടി താഴ്ചയിൽ ഇത് ഇട്ട് കൊടുത്താൽ മതി. അപ്പം അത് ഈ ഇടുന്നതിൻ്റെ അകത്തായിരിക്കും നമ്മുടെ കന്നിമൂല വരുന്നത്, പുറത്തല്ല. അതാണ് അതിൻ്റെ സംഭവം. പിന്നെ വാസ്തുവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നല്ലൊരു ലൈറ്റ് കൊടുക്കാം. പോസിറ്റീവ് ആകാൻ വേണ്ടി നല്ല ലൈറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ ആ ഒരു ഗേറ്റിൻ്റെ നിറങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ എർത്ത് എലമെൻറ്റിൻ്റെ മണ്ണിൻ്റെ നിറങ്ങളായിട്ടുള്ള ആ നിറങ്ങൾ കൊടുക്കാം. ഈ ഗേറ്റ് തന്നെ അതൊക്കെ നമുക്ക് കൊടുക്കാം. അത് ഗേറ്റ് കംപ്ലീറ്റ് അടഞ്ഞു കിടക്കണം. ചിലപ്പോൾ ചില വീട്ടിലെ ഗേറ്റുകളൊക്കെ ഉള്ളത് ഇങ്ങനെ ഒരു കമ്പി ഇങ്ങനെ ഇട്ടിട്ടായിരിക്കും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, ആ കമ്പിൽ കൂടെ നമുക്ക് പുറം കാണാൻ പറ്റും. അങ്ങനെയല്ല, കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുള്ള ഗേറ്റുകളാവാം. അപ്പോൾ അങ്ങനെ ഒരു വിധം നമുക്കത് പരിഹാരം നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. പക്ഷെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും നമ്മുടെ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗം കട്ടാകുവാനോ അവിടെ ഗേറ്റ് വരാനോ പാടില്ല. വീട് വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അഥവാ വീട് വെക്കാൻ പുതിയതായിട്ട് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് ഒരു വീടെന്ന് പറയുന്നത്. അത് കുടിലായിരുന്നാലും കൊട്ടാരമായിരുന്നാലും വീട് തന്നെയാണ്. നമുക്ക് സാന്ത്വനം കിട്ടണമെങ്കിൽ, സമാധാനം കിട്ടണമെങ്കിൽ നമുക്ക് ജീവനുള്ള വീട് വേണം. വീടിന് ജീവനുണ്ട്. വീടിന് ജീവനുണ്ട്. അപ്പോൾ ജീവനുള്ള വീടുകൾ നമുക്ക് വേണം. അത് പിന്നെ പറയാം, പിന്നെ എപ്പോഴെങ്കിലും അത്. ഇനി എൻ്റെ ഒരു സംശയം, നമ്മൾ ഒരു വീടൊക്കെ വെച്ചു, ഒരു വീട് നിലവിലുള്ള എല്ലാ ഭാരതീയ വാസ്തുശാസ്ത്രവും സങ്കല്പങ്ങളും അനുസരിച്ച് നമ്മളൊരു വീടൊക്കെ വയ്ക്കുന്നു. പക്ഷേ ഈ വീടെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമസം തുടങ്ങുന്നു. പക്ഷെ എങ്ങും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്തൊരവസ്ഥ, സാമ്പത്തികമായി പ്രശ്നങ്ങൾ ഉണ്ടാകുക, നമ്മൾക്ക് വരുന്നതിൻ്റെ ഇരട്ടി നമുക്ക് ചെലവ് വരിക, കടബാധ്യതകൾ ഉണ്ടാകുക, അപ്പോൾ തുടങ്ങി ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ ചില വീടുകളിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ വീട് എല്ലാ തരത്തിലും നമ്മൾ എല്ലാ ഇതും നോക്കിയിട്ടായിരിക്കും നമ്മൾ വീട് വെച്ചിട്ടുണ്ട്. വാസ്തുശാസ്ത്രവും വാസ്തുപുരുഷന്റെ സ്ഥാനവും എല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ വെക്കുക. അതിനെ മറികടക്കാൻ, അല്ലെങ്കിൽ ഫെങ്ഷുയി എന്ന് പറയുന്ന ഒരു വാസ്തുശാസ്ത്രത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അവിടെ എന്തൊക്കെ പോരായ്മകൾ ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കും? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്നാണ്, എത്ര അധ്വാനിച്ചിരുന്നാലും, എത്ര കഠിന പ്രയത്നം ചെയ്തിരുന്നാലും ഒരു പൈസ പോലും നമുക്കൊരു കണക്കൂട്ടുണ്ടാവും. എനിക്ക് 1,00,000 രൂപ ശമ്പളമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് 50,000 രൂപ എൻ്റെ സാലറി ഉണ്ട്. ഈ മാസം എൻ്റെ കണക്കൂട്ടലനുസരിച്ച്, കുടുംബ ബഡ്ജറ്റ് അനുസരിച്ച് എനിക്ക് ഇത്ര രൂപ വീട്ടിലെ വൈഫിനെ ഏൽപ്പിക്കണം, ഇത്ര രൂപ മിച്ചം വെച്ചിട്ട് എനിക്ക് LIC കൊടുക്കണം, ഇത്ര രൂപ മറ്റൊരു കാര്യത്തിന് നമുക്ക് വയ്ക്കണം എന്നുള്ള ഒരു കണക്ക് കൂട്ടൽ നമുക്കുണ്ടാവും. എന്നാൽ ആ കണക്ക് കൂട്ടലുകളെ എല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു പുതിയ ചിലവ് കയറി, അത് സ്വാഭാവികമാണ്. വിവാഹം മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടാവുക. അതല്ലാത്ത നമ്മൾ പോലും വിചാരിച്ചിരിക്കാതെ ഒരു പുതിയ ചിലവ് വന്ന് കയറിക്കഴിഞ്ഞാൽ വരുമാനത്തിലധികം ചിലവെന്ന് പറയും, വരവിലധികം ചിലവ്. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലും അതപ്പതച്ചിട്ടും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വാസ്തുദോഷം ഒന്നുമില്ലാതെ എല്ലാ ദോഷങ്ങളും തീർത്തിട്ടാണ് നല്ലൊരു വീട് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫെങ്ഷുയുടെ കണ്ണിലൂടെ കാണുമ്പോൾ നമ്മുടെ ഭാരതീയ വാസ്തു അനുസരിച്ച് വീടുകൾ ചെയ്തിരിക്കുന്നു, വെച്ചിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്.
പക്ഷെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞിട്ടതുപോലെ സൗത്ത് ഈസ്റ്റ്, തെക്ക് കിഴക്ക്, അഗ്നികോൺ എന്ന് പറയുന്നത് ദുർബലമായിരിക്കും. അപ്പോൾ ആ ദുർബലം എന്ന് പറയപ്പോഴത്തേക്ക് ഉദ്ദേശിക്കുന്നത് അവിടെ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ കിച്ചൻ്റെ സ്ഥാനമാണല്ലോ. കിച്ചൻ്റെ ഏറ്റവും നല്ല സ്ഥാനമാണ് അഗ്നികോൺ. അപ്പോൾ ആ സ്ഥലത്ത് ഈ കിച്ചണിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ എല്ലാം കൂടെ അവിടെയാണ് ഡംപ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? സൗകര്യം അവിടെയാണല്ലോ വരാനായിട്ട്. അതെ, അവിടുന്ന് ശരിയാണ്, വാഷ് ബേസിൽ നിന്നുള്ള, വാഷ് സിങ്കിൽ നിന്നുള്ള, അതാണല്ലോ സൗകര്യം. അപ്പോൾ വെറുത്ത് പണമുണ്ടാകേണ്ട ആ സ്ഥാനത്ത് വന്നിരിക്കുന്ന ഇതാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് അത് അധിക ചിലവുണ്ടാകാം. ആ സ്ഥലം നെഗറ്റീവായി പോയി എന്ന് നമുക്ക് കണക്കാക്കാം. അതുമല്ല അവിടെ കട്ടായി കിടക്കുക, നേരത്തെ പറഞ്ഞതുപോലെയുള്ള അവിടെ അടുക്കള ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? എങ്ങനെ? ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ അഗ്നികോണിൽ അടുക്കള വരുന്നില്ല, അവിടെ വേറെ എന്തെങ്കിലും ആകാം, ചിലപ്പോൾ ഒരു ബെഡ്റൂം ആകാം, ഹാളാവാം. അല്ല, വീട്ടിലെ മൂത്ത പെൺകുട്ടിയുടെ ബെഡ്റൂം ആ ഭാഗത്താകാമല്ലോ. ഇല്ലെങ്കിൽ നമ്മുടെ കൂവാ നമ്പർ അനുസരിച്ച് നമ്മൾ ജനിച്ച, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, DOB എല്ലാം വെച്ചതിന് ശേഷം, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം വെച്ചതിന് ശേഷം, കൂവാ നമ്പർ കണ്ടുവച്ചതിന് ശേഷം ഓരോരുത്തർക്ക് 4 സെക്ടറാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമ്പർ 1 വരുന്നതെങ്കിൽ ഈസ്റ്റ്, സൗത്ത്, നോർത്ത്, സൗത്ത് ഈസ്റ്റ്. ഈ കുട്ടിക്ക് ആ റൂമിൽ കിടക്കാം. അവർക്ക് ആക്കാനുള്ള പോസിറ്റീവായിട്ടുള്ളത് ആ റൂമിനകത്ത് അവിടെ കിടക്കുന്നൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ബെഡ്റൂമായിട്ട് ഇപ്പോൾ ഒരു കുടുംബത്തിലെ പല വ്യക്തികൾ, അച്ഛനും അമ്മയും 2 മക്കളുമാണെന്നുണ്ടെങ്കിൽ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള സെക്ടറുകളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കിടക്കേണ്ടത് തീർച്ചയായിട്ടും സൗത്ത് വെസ്റ്റ് ഭാഗത്ത് തന്നെയാണ്. മറ്റ് 2 കുട്ടികളും വ്യത്യസ്തമായ റൂമിൽ കിടക്കേണ്ടി വരും. അത് കൂവാ നമ്പർ കണ്ടുപിടിച്ചതിന് ശേഷം അവർക്ക് റൂം കൊടുക്കാം. അപ്പം ഈ വരയിലധികം ചെലവിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഇപ്പം ഇവിടെ വേസ്റ്റ് ഒന്നും പോകുന്നില്ല എന്നിരിക്കട്ടെ, എങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് വരുമാനം ഉണ്ടാകാൻ വേണ്ടി, കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് നമ്മൾ പോസിറ്റീവ് ആക്കേണ്ടതുണ്ട്. ആ സ്ഥലത്ത് പോസിറ്റീവ് ആക്കാൻ വേണ്ടി നല്ല കറുത്ത് ഇരുണ്ട ഇലകളുള്ള ചെടികൾ, നല്ല പുഷ്ടിയോടുകൂടി വളരുന്ന ചെടികൾ ആ ഭാഗത്ത് വെക്കുന്നത്, അത് നമ്മൾ കണ്ടില്ലേ, മണി പ്ലാന്റുകൾ വെക്കുന്നത്, ഇൻഡോർ പ്ലാന്റുകൾ വെക്കുന്നത് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചെടികളെല്ലാം സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെച്ചുകൊണ്ട് ബെർത്തിൻ്റെ വരവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം സാമ്പത്തികമായിട്ടുള്ള. അതുപോലെ തന്നെ നമുക്കവിടെ സാമ്പത്തികമായിട്ടുള്ളത് വേറെ സമ്പത്തിനെ കാണിക്കുന്ന നാണയങ്ങളിട്ട് വയ്ക്കാം. അങ്ങനെ പല പല സാധനങ്ങളും നമുക്കവിടെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഗ്രഹനാഥൻ്റെ ഏറ്റവും നല്ല സ്ഥാനമാണ് സൗത്ത് ഈസ്റ്റ് ധരിക്കട്ടെ, പ്രോസ്പെരിറ്റി ഇല്ലെങ്കിൽ സമ്പത്തുണ്ടാവേണ്ട, അവിടെയാണ് ഇത് വന്നിരിക്കുന്നതെങ്കിൽ അത് വല്ലാതെ ബാധിക്കും. അങ്ങനെ ബാധിപ്പിക്കുമ്പോൾ നമുക്ക് അവിടെ പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ച് കൊടുക്കാം. അത് ഈ വേസ്റ്റ് ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അഥവാ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നെങ്കിൽ അതങ്ങോട്ട് മാറ്റി കൊടുക്കാം. അതിനെ കുറച്ച് ദൂരെയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ വീടിനെ ഒരു സ്ക്വയർ പോലെ ഒന്ന് കെട്ടിയതിന് ശേഷം അതിനെ പുറത്താക്കാം. നമ്മുടെ ഈ കെട്ടിന് പുറത്തായിട്ട് എന്ത് എന്നാലും ഒരു പ്രശ്നമില്ല. കെട്ടിനകത്ത് വരുന്നിടത്താണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഞാൻ ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരം ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ അടുക്കളയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. നമ്മുടെ വരവ് ചെലവുകളെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാന ഏരിയ അതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ അടുക്കളയുടെ വലിപ്പം വർദ്ധിക്കുമ്പോൾ, അത് മറ്റു മുറികളെക്കാട്ടിൽ അടുക്കളയ്ക്ക് വലിപ്പം ഉണ്ട് എങ്കിൽ പലപ്പോഴും അവിടെ ധനം നിൽക്കുന്നില്ല, ധനം ചോർന്നു പോകുന്നു എന്നൊക്കെ ഈ ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? കിച്ചൺ വെറുതെ പോയി അധിക ചിലവുണ്ടാവും എന്ന് പറയുന്നത് ആയിക്കോട്ടെ, അല്ല അങ്ങനെ സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ട് എന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു. അതെ അതെ, അങ്ങനെ ഉണ്ട് എന്ന് ഒരു വിഭാഗം ആൾക്കാർ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും ചെയ്യേണ്ട. നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ഒരു ചെറിയ ഡൈനിങ് ടേബിൾ നമുക്കിടാമല്ലോ. ഒരു ചെറിയ ഡൈനിങ് ടേബിൾ ഇട്ട് 4 കസേര ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. അതിനകത്ത് തന്നെ നമുക്ക് ആരെ കഴിക്കാം. സ്ഥലം കുറഞ്ഞില്ലേ? നമുക്കൊരു ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഹാളിലിരിക്കാം, മറ്റേത് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാമല്ലോ. അത് മതി. അപ്പോൾ സ്ഥലം അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങളുടെ മനസ്സിനകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അതിനുള്ള പരിഹാരം. അല്ല, ചിലരൊക്കെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന പലയിടത്തും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വരുമ്പോഴത്തേക്ക് വീട് ഈ അടുക്കള സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പരിപാടികളും, ഇത് പൊളിക്കല്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ചോദിച്ചത്. ആ കാര്യം ചോദിച്ചു നല്ലതേ. ആ കാര്യത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതാണ് ഫെങ് ഷുയി എന്ന് പറയുന്ന സിമ്പിളാണ്, കലയും ശാസ്ത്രവും സമ്മേളിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ചൈനീസ് വാസ്തു അഥവാ ഫെങ് ഷുയി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ലോകത്തുള്ള ഒരുപാട് വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിലുള്ളവരെല്ലാം ഈ ഫെങ് ഷുയെ ഫോളോ ചെയ്യുന്നത്. സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും. ഫ്ലാറ്റുകളിൽ പോയാൽ നമുക്ക് എന്തെങ്കിലും ഇടിക്കലോ നിരത്തലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നടക്കത്തില്ല. കേരളത്തിൽ പല സ്ഥലത്തായിട്ട് വലിയ വലിയ ഫ്ലാറ്റുകളുണ്ടല്ലോ, അവിടെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം
അവിടെയെല്ലാം പറ്റിയത് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചൈനീസ് വാസ്തു തന്നെയാണ് പരിഹാരമായിട്ട് വരുന്നത്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗം നമ്മൾ പറഞ്ഞു. വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് വടക്ക് കിഴക്ക് ഭാഗം, അഥവാ കിണറിൻ്റെ സ്ഥാനമെന്ന് ഭാരതീയ വാസ്തു വിശ്വസിക്കുന്നു. കിണറിന്റെ സ്ഥാനം പിന്നെ വടക്ക് കിഴക്ക് കിഴക്കാണ്. അപ്പോൾ വടക്ക് കിഴക്ക് അത് നിൽക്കുമ്പോൾ ആ ഭാഗത്ത് നമ്മുടെ വീടിൻ്റെ ശരിക്കും കിണർ വരേണ്ട സ്ഥാനം വടക്ക് കിഴക്കും, അതുപോലെ തന്നെ മറ്റ് ആ കിണർ സൗത്ത് വെസ്റ്റ് ഭാഗത്തും പോകുന്നിരിക്കട്ടെ, മീനരാശി എന്നൊക്കെ പറയുന്ന സൗത്ത് വെസ്റ്റ് ഭാഗത്ത് പോകുന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ബാലൻസിങ് തെറ്റിപ്പോകുന്നു. ഇൻ യാങ് ഫെങ്ഷുയുടെ ഏറ്റവും വലിയ സിമ്പിളാണ് ഇൻ യാങ്. ആ ഒരു ഇൻ യാങ്ങിൻ്റെ കറുപ്പും വെളുപ്പും തമ്മിലുള്ള ഒരു ബാലൻസിങ് ആകെ പോയി എന്നുള്ളതാണ്. അപ്പം നമുക്ക് കിണർ ശരിക്കും വടക്ക് കിഴക്ക് ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട്. അഥവാ സെപ്റ്റി ടാങ്കോ മറ്റോ ആണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്കത് പ്രശ്നങ്ങളായിട്ട് വരും. വിദ്യയുടെയും ബുദ്ധിയുടെയും ആരൊക്കെ അക്ഷരം ഉപയോഗിക്കുന്നോ വിദ്യ അഭ്യസിക്കുന്നോ അവരുടെ സ്ഥാനമാണ് നോർത്ത് ഈസ്റ്റ് വടക്കിഴക്ക്. എഴുത്തുകാരുടെയും അങ്ങനെ പറയണ്ട, പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും ആരൊക്കെ വിദ്യ അഭ്യസിക്കുന്നോ അവരുടെ സ്ഥാനമാണ് നോർത്ത് ഈസ്റ്റ് അഥവാ വടക്ക് കിഴക്ക് ഭാഗം. അപ്പോൾ ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇത് വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ് ഈ വാസ്തു അല്ലെങ്കിൽ ഫാങ്ഷുയി നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അതങ്ങനെ വരാൻ പാടില്ല. ഇനിയിപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തല്ല കിണർ നിൽക്കുന്നത്, പടിഞ്ഞാറ് വശത്താണ് കിണർ നിൽക്കുന്നത്. നമുക്ക് ഒരു പക്ഷേ ലൈനിലെ ഓർഡർ ആയിരിക്കും വരുന്നത്. നമുക്ക് വീട്ടിൽ കിണറില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയൊരു ഡമ്പ് പോലെ ഒരു കുഴിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം അവിടെ ശേഖരിച്ച് വെക്കാം വടക്ക് കിഴക്കായിട്ട്. രണ്ടൊന്ന് ഒരു അതായത് സ്റ്റില്ലായിട്ട് നിൽക്കുന്ന വാട്ടർ വേണ്ട, വെള്ളം ഒന്ന് മൂവിങ് ആയിട്ടുള്ള ഇതാണ് നമുക്ക് വേണ്ടത്. കുറച്ച് മത്സ്യമോ ആമ്പൽപ്പൂവോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ ഐശ്വര്യമായിരിക്കും അത്. അതായത് വടക്ക് കിഴക്ക്. എന്നാൽ വടക്ക് കിഴക്കെന്ന് പറയുമ്പോൾ ഭാരതീയ വാസ്തുവിൽ പറയുന്നു വടക്ക് കിഴക്കിൻ്റെ ഒരു ശരിക്കും ഷാർപ്പായിട്ടുള്ളൊരു മൂലയുണ്ട്, ഷാർപ്പായിട്ടുള്ള മൂല. ആ മൂലയിൽ നിന്ന് ആ മൂലയ്ക്ക് തന്നെ കിണർ വരാൻ പാടില്ല. ഒന്നുകിൽ ലേശം കിഴക്കോട്ട് മാറിക്കുക, അല്ലെങ്കിൽ വടക്കോട്ടേക്ക് ഷാർപ്പായിട്ടുള്ള ഒരു മൂല ആ കിണറിലോട്ട് ചെന്ന് വരാൻ പാടില്ല. അപ്പോൾ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരിക്കണം എന്ന് പറയുന്നത് കണ്ടിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇത്രയും വിഷയങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ശ്രീനാഥും ഞാനുമായിട്ട് ഇവിടെ സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീടുകൾ നേരിട്ട് കണ്ടതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറോട് ഒരു രോഗി വിളിച്ചില്ലെങ്കിൽ ഭയങ്കര വയറ്റ് വേദനയാണ്, ഞാൻ ഏത് ടാബ്ലറ്റാണ് കഴിക്കേണ്ടത് എന്ന് ചോദിക്കുന്നത് പോലെ ആയിപ്പോൾ. അപ്പം നമുക്ക് ശരിക്കും സ്ഥലങ്ങൾ കണ്ടതിന് ശേഷമാണ് ഇത് ചെയ്യുവാൻ കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. അഥവാ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. എങ്ങനെ നമുക്ക് ബന്ധപ്പെടാം, വാട്സപ്പ് കൂടി നമുക്ക് ബന്ധപ്പെടാമോ, നമുക്ക് ഡ്രോയിങ് കാണിക്കാമോ, നിങ്ങളുടെ വീടിൻ്റെ ഔട്ട് നമുക്ക് കാണിച്ചു തരാമോ, ഏതെല്ലാം സ്ഥാനത്തുണ്ട്, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഹജീവികൾക്ക് അത് ഷെയർ ചെയ്യുവാൻ നമ്മൾ തയ്യാറല്ലേ? അപ്പോൾ അതങ്ങനെ ചെയ്യാം. അതങ്ങനെ ചെയ്യുന്നതായിരിക്കും, അതായിരിക്കും കൂടുതൽ നല്ലതെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് വെറും സാമ്പത്തിക ലാഭം മാത്രമല്ല ഇവിടെ നമ്മൾ. ഇനി ഒന്ന് രണ്ട് സംശയം ഇവിടെ. നമ്മളിപ്പം പൊതുവെ എല്ലാവരും ഈ ആരോഗ്യത്തിൽ വളരെ കോൺഷ്യസ് ആണ്. പലപ്പോഴും ഈ എന്തെങ്കിലും നമുക്കൊരു ആരോഗ്യപരമായി ദീർഘകാലമായി നമുക്കൊരു അസുഖത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്കറിയാമല്ലോ, ജോൽസിൻ്റെ അടുക്ക പോകുന്നു, നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു, അവർ പറയുന്ന പരിഹാര ക്രിയകളെല്ലാം ചെയ്യുന്നു, അപ്പോഴും എന്നിട്ട് മാറുന്നില്ല. അപ്പോഴും നമ്മൾ പിന്നെ അടുത്ത ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധനെ കൊണ്ടുവന്നിട്ട് കാണിക്കുകയാണ് ഇത് എങ്ങനെയൊക്കെയാണ്. അപ്പൊ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നു. ഈ രോഗവും നമ്മുടെ വാസ്തുശാസ്ത്രവും തമ്മിൽ, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ സ്ഥാനവും വീടിനുള്ളിലെ വസ്തുക്കളുടെ സ്ഥാനവും ഒക്കെ ആയിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? ആധുനിക തലത്തിൽ നിന്നുകൊണ്ടുള്ള ചോദ്യമല്ല ഇത്, കുറച്ചൊരു ഇതിനെയൊക്കെ വിശ്വസിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ നിന്നുള്ള ചോദ്യമാണ്. അതായത് വീടിന്റെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കിഴക്കിനാണ്. സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക് ഭാഗത്താണ്. നമ്മൾ കാണുന്ന സത്യവും കിഴക്ക് ഭാഗത്ത് ഉദിക്കുന്ന സൂര്യനെയാണ്, അസ്തമിക്കുന്ന സൂര്യനെയാണ് നമ്മൾ കാണുന്നത്. അതാണ് സത്യം. പ്രപഞ്ചത്തിലെ സത്യം ഒളിഞ്ഞിരിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തിനെ നമ്മൾ കിഴക്കെന്ന് വിളിക്കുന്നു, സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തെ നാം കിഴക്കെന്ന് വിളിക്കുന്നു. അതെ, തീർച്ചയായിട്ടും അതെ, അങ്ങനെയല്ലേ? കിഴക്കെന്ന് അതൊന്ന് നമ്മൾ പറയുന്നു.
അപ്പോൾ ഈ കിഴക്ക് വശം വീട്ടിലെ മൂത്ത മകൻ്റെ സ്ഥാനമാണ്, ആരോഗ്യത്തിൻ്റെ സ്ഥാനമാണ്, വലിയ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ട സ്ഥാനമാണ് കിഴക്ക് വശം. അപ്പം കിഴക്ക് വശത്തായിട്ട് ഇപ്പോൾ ഒരു വൻ വൃക്ഷം നിൽക്കുന്നു, അത് കേടായിപ്പോയി. ഏത് ഭാഗത്ത് വേണമെങ്കിലും അത് ഒടിഞ്ഞ് വീഴാം, അത് കേടായി താഴെ വീഴാം. അത് നെഗറ്റീവായിട്ട് കാണേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് കിണർ ഉള്ളത് കൊണ്ട് വേസ്റ്റ് ടാങ്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല. സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നിന്ന് നമുക്ക് കിഴക്കോട്ട് മാറ്റേണ്ടിയിരിക്കുന്നു. കിഴക്ക് ഭാഗത്താണ് ഇത് നിൽക്കുന്നതെങ്കിൽ നിത്യവും രോഗം. മൂത്ത മകനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാം. ഇപ്പം കിഴക്ക് വശത്ത് ആരോഗ്യത്തിൻ്റെ സ്ഥാനമാണ്, വടക്ക് കിഴക്ക് വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥാനമാണ്, സൗത്ത് വെസ്റ്റ് റിലേഷൻ്റെ സ്ഥാനമാണ്. ഇതാണ് നമ്മൾ മൂന്നാമത് ഇപ്പോൾ പറഞ്ഞു വന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് കുറച്ച് അധിക സ്ഥലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ ഒരു മതിലിനകത്തോ അതല്ലെങ്കിൽ ഒരു ബോർഡർ തിരിച്ചതിന് ശേഷം പുറത്താക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അപ്പോഴാണ് നമ്മൾ ഈ കാറ്റിലാടുന്ന ഈ മണികളുണ്ട്, വാസ്തുവിൽ ഫെങ്ഷുയിൽ പറയുന്നത് ആ ഒരു 5 റാഡ് ബിൻചാം എന്ന് പറയുന്ന ആ കമ്പികൾ മണിനാഥം തരുന്നത് ആ ഭാഗത്ത് കെട്ടിക്കൊടുത്താൽ പോസിറ്റീവ് ആകുമെന്നാണ്. വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് അതിനാണ് ഇതിനകത്ത് ഒരുപാട് ടൂൾസുകളും ഉപകരണങ്ങളും ഉണ്ട്. അതിലൂടെയാണ് നമുക്ക് ഇടിക്കലും പൊളിക്കലും ഒന്നും ചെയ്യാൻ കഴിയാത്ത വീടുകളിലുള്ള റെമഡികൾ ചെയ്യുന്നത്, പരിഹാരങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പരിഹാരങ്ങൾ ചെയ്യപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് സാധാരണക്കാരായിട്ടുള്ളവരൊന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ സാധാരണക്കാരായിട്ടുള്ളവർ പറയും ഞാനൊരു ഫെങ്ഷുയെ വാങ്ങി എന്ന് പറയും. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, കുടവേറുമായിട്ട് നിൽക്കുന്ന, സ്വർണ്ണ നാണയങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു ബുദ്ധരെയാണ് അവർ ഫെങ്ഷുയി എന്ന് വിളിക്കുന്നത്. അതല്ല ഫെങ്ഷുയി എന്ന് പലപ്പോഴും അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ വീടുകളിൽ വെൽത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ചിരിക്കുന്ന ബുദ്ധനെ വെക്കണം എന്നൊക്കെ പറയുന്നൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അത് ചിരിക്കുന്ന ബുദ്ധൻ ഇപ്പം ഞാൻ നമ്മുടെ ഈ ഇതിനകത്തോട്ട് നമ്മുടെ ഈ യോഗനാഥത്തിൻ്റെ ഓഫീസിലോട്ട് വന്ന് കയറുമ്പോൾ ആ പ്രധാന വാതിലിലോട്ട് നോക്കിയിട്ട് ചിരിക്കുന്ന ഒരു രൂപം ഇരിക്കുകയാണെന്നിരിക്കട്ടെ, നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും അതെ, അതാണ് സത്യം. ചൈനീസ് വാസ്തുവിൽ 5000 വർഷത്തോളം പഴക്കമുള്ള വാസ്തുവിൽ പണ്ട് കാലത്ത് പഴയ കാലത്ത് ഉണ്ടായിരുന്ന ബുദ്ധ സന്യാസിമാരിൽ ഒരാളായിരുന്നു ലാഫിംഗ് ബുദ്ധ എന്ന് പറയുന്ന നമ്മുടെ ഈ ബുദ്ധനും. അദ്ദേഹത്തിൻ്റെ ഫാണ്ടക്കെട്ടിൽ ഒരുപാട് ചോക്ലേറ്റുകളും കളിക്കോപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല വയറുമായിട്ട് നിൽക്കുന്ന നമ്മൾ ചില തമിഴന്മാരെ കണ്ടിട്ടില്ലേ, നിൽക്കുമ്പോഴത്തേക്ക് അവരെ കാണുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു സന്തോഷം, പോസിറ്റീവ് എനർജി ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യുന്നത്, ഗ്രാമങ്ങൾ തോറും ഇങ്ങനെ നടന്നതിന് ശേഷം ഈ ഫാണ്ടക്കെട്ട് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് വെറുതെ നിന്നിട്ട് ഓടരുതമ്മാവ അളറിയാന്ന് പറഞ്ഞ സിനിമയിൽ മുകേഷിൻ്റെ പേരൊക്കെ ആരൊക്കെ കൂടുന്ന പോലെ വെറുതെ അങ്ങ് ചിരിക്കുകയാണ്. അങ്ങ് പൊട്ടി തനിയെ അങ്ങ് ചിരിക്കുന്നു അദ്ദേഹം. ആ ചിരി കാണപ്പെടുത്തേക്ക് സ്വാഭാവികമായിട്ട് കൂടെ നിൽക്കുന്ന മറ്റൊരാളിനും ചിരി വരും. ആ ചിരി മറ്റുള്ളവരിൽ പടരുന്നു, ഒരു കൂട്ട ചിരിയായി മാറുന്നു, അതൊരു വലിയ സന്തോഷമായി മാറുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞത് സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ആ സന്തോഷം സമ്പത്തും സമൃദ്ധിയും സമാധാനവുമായി ഒരു വീട്ടിൽ നമുക്ക് അനുഭവപ്പെടുന്നു. ഇപ്പോൾ ചിരിക്കുന്ന മുഖം, നമ്മൾ ഒരു വീട്ടിൽ നിന്ന് ഒരു ചിരിക്കുന്ന മുഖത്തെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ഇപ്പോൾ ഓഫീസിലോട്ട് പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ഇങ്ങനെ ആ ചിരിക്കുന്ന മുഖം കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു സുഖമാണ്, ആ ചിരിക്കുന്ന മുഖം. അപ്പോൾ പല വീടുകളിലും ഇപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കാര്യം പറയുന്നതുള്ളൂ, പല വീടുകളിലും ഇപ്പം നമ്മൾ വീടിൻ്റെ പുറത്തോട്ട് പോകുന്ന സമയത്ത് വീട്ടിലുള്ള ഗൃഹനാഥ മുഖമെല്ലാം കഴുകി വൃത്തിയാക്കി ഒന്ന് പൊട്ടിടാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പ്ലസന്റ് ആയിട്ടൊരു അതെ നല്ല നിറഞ്ഞ ചിരിയോട് കൂടിയിട്ട് മുടിയെല്ലാം ഒന്ന് ഒതുക്കി നമ്മളെ യാത്രയാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖകരമായിട്ട് ആ ഓഫീസിലോ ഇല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന സ്ഥലത്തോ നമുക്ക് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുവാൻ വേണ്ടി കഴിയും. അതല്ല, അതിന് വിപരീതമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വേറെ എന്താ പറയുന്ന ഒരു സൗന്ദര്യപ്പിണക്കം പോലെ ഒരു വല്ലാത്ത ഒരു മൂഡിലാണ് നമ്മൾ ഇറങ്ങി പോകുന്നതെങ്കിൽ നമുക്ക് അത് അത്രത്തോളം ഒരു രാവിലെ കാണുന്ന കാഴ്ച നല്ലതായിരിക്കില്ല. അത് സത്യമല്ലേ? അതെ, തീർച്ചയായിട്ടും.
തീർച്ചയായിട്ടും അത് തന്നെ. ചിരിക്കുന്ന ഒരു മോഹം കണ്ടിട്ട് പെട്ടെന്ന് പുറത്തിറങ്ങി പോകുന്നതും മറ്റതും രണ്ടും രണ്ട് തന്നെ രണ്ട് 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 ഇമ്പാക്റ്റ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ ഒരു ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്ക് മറ്റിടത്ത് പോകുമ്പോഴത്തേക്ക് ആ ഒരു സുഖകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവണമെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ജീവനുള്ള വീടുകൾ. അതെ. അപ്പോൾ വീടിന് ജീവനുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഇപ്പം എനിക്ക് ചന്ദ്രബോസ് എന്ന ഞാൻ സി ചന്ദ്രബോസ് എന്നതിൻ്റെ പേര്, എനിക്കെങ്ങനെയും ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്ഥാപനത്തിലോ എൻ്റെ വീട്ടിലോ എനിക്ക് പെട്ടെന്ന് എത്തണം എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് ജീവനുള്ള വീടാണ്. അതല്ല കുറച്ച് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും അടയ്ക്കാൻ നേരത്ത് പോയാൽ മതി, കിടക്കാറാവുമ്പോൾ രാത്രി എങ്ങനെ വീട്ടിലെത്തിയാൽ മതി, അത് നെഗറ്റീവാണ്, ജീവനില്ല. കാരണം നമുക്ക് ചെന്ന് എത്തപ്പെടേണ്ട നമ്മളെ വീടിനകത്ത് പോസിറ്റീവായിട്ടുള്ള ജീവനുള്ള ഒരു എനർജിയാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ നമുക്കവിടെ എത്താനുള്ള ഒരു വ്യഗ്രത കൂടി വരും. അതല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് വരും. അതാണ് ആ വീടിൻ്റെ ആ പ്രധാനപ്പെട്ടാണ് ജീവനുള്ള വീടുകളെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അതാണ്. ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മുടെ ജീവിത അനുഭവത്തിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒത്തിരി വിഷയങ്ങൾ, കാരണം 24 വർഷത്തെ എല്ലാം മനസ്സിലാക്കി ഇങ്ങനെ കിടപ്പുണ്ട്.